നിരീശ്വരവാദിക്ക് ആരുടെയെങ്കിലും വിശ്വാസത്തെ ക്ഷതം വരുത്താനുള്ള അവകാശവും അധികാരവും ആരും കൊടുത്തിട്ടില്ല. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ജീവിക്കാം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനോ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അതിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനോ ഉള്ള അവകാശം ആർക്കും ഇല്ല. ഒരു മുസ്ലിം ഒരിക്കലും ഹിന്ദു വിശ്വാസത്തിൽ ഇത് തെറ്റാണ്, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല, അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും ഒരു മുസ്ലിം ഹിന്ദുവിനോട് പോയിട്ട് പറയുന്നില്ല, ഒരു ക്രിസ്ത്യാനികളോട് പോയിട്ട് പറയുന്നില്ല. ഓക്കെ. അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം അയാൾ അവരുടേതായിട്ടുള്ള ജീവിത ശൈലിയിൽ അവർ ജീവിക്കുകയാണ്. ഓക്കെ. അതേപോലെ ഒരു ഹിന്ദു അവരുടേതായിട്ടുള്ള ജീവിത ശൈലിയിൽ അവർ ജീവിക്കുകയാണ്. ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് പഠിച്ച് അവർ ആ ഭാഗത്തേക്ക് അവരുടെ വിശ്വാസം മാറ്റുന്നത് അത് അവരുടെ ഇഷ്ടമാണ്, മാറുന്നത് അവരുടെ ഇഷ്ടമാണ്. അതേപോലെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ അവിശ്വാസിയായിട്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നതും അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ സൗകര്യമാണ്. അതേപോലെ നേരെ മറിച്ച് നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളും മതത്തിലേക്ക് വരുന്നതും അയാളുടെ ഇഷ്ടമാണ്. അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാനോ അതേക്കുറിച്ച് ഇൻസൾട്ട് ചെയ്യാനൊന്നും ആർക്കും അധികാരം ആരും കൊടുത്തിട്ടില്ല. ഓക്കെ. ആ നിലക്ക് ആ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കണം. ഈ നിരീശ്വരവാദികൾ സ്റ്റേജിൽ കയറിയിട്ട് ഒരുത്തൻ ആരിഫ് എന്ന് പറയുന്ന ഒരുത്തൻ മുഹമ്മദ് നബിയെക്കുറിച്ചിട്ടും മുസ്ലിങ്ങളുടെ ഖുർആൻ ഓതുന്ന ശൈലിയെക്കുറിച്ചിട്ടൊക്കെ വളരെ മ്ലേച്ഛമായിട്ടാണ് സംസാരിക്കുന്നത്. ആരാണ് ഇവൻക്ക് ഈ ഒരു അധികാരം കൊടുത്തത്? ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇൻസൾട്ടാക്കുന്ന രീതിയിൽ ഒരു മതവിശ്വാസത്തെ പറയുന്ന സമയത്ത് ആ മതത്തിൻ്റെ ആളുകൾക്ക് എത്ര വേദനയുണ്ട്. എന്നിട്ടും ഈ മനുഷ്യക്കോലത്തിൽ ജീവിക്കുന്ന ഇയാൾ ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇയാൾക്ക് ആരാണ് മതങ്ങളെക്കുറിച്ചും മതചിഹ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനുള്ള അധികാരം കൊടുത്തത്? ഇന്ത്യൻ ഗവൺമെൻറ് അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൗകര്യത്തോടു കൂടിയുള്ള വിഷ്വൽ മീഡിയകളിലൂടെയാണ് ഇതൊക്കെ പ്രചരിക്കുന്നതും ഒക്കെ. ഈ പോലീസുകളും കോടതിയും അതേപോലെ നിയമം നടപ്പിലാക്കുന്ന വകയിൽ ജീവിച്ച് ശമ്പളം പറ്റുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്തിനാണ്? അവരുടെ കൺമുമ്പിൽ നിന്നാണ് വർഗീയത, മതവർഗീയത, മതത്തിനെതിരെ സംസാരിച്ചിട്ട് കലാപം ഉണ്ടാക്കുന്ന നിലക്കുള്ള രീതിയിൽ സംസാരിക്കുന്നു. മതങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കത്തിക്കുന്ന വർഗീയത ഉണ്ടാക്കാനുള്ള ഈ ഒരു ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്. ഈ പോലീസും കോടതിയും ഈ മറ്റുള്ള ഇന്ത്യൻ ഭരണ വ്യവസ്ഥകളൊന്നും ഇത് കാണുന്നില്ലേ? അവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള മതങ്ങളെക്കുറിച്ചിട്ട് എത്ര മോശമായിട്ടും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടോ തെറി പറഞ്ഞോ മോശമായിട്ടുള്ളത് പറഞ്ഞോ എന്നുള്ള അധികാരം ആരാണ് കൊടുത്തിട്ടുള്ളത്? പിന്നെ ഇങ്ങനെ നിയമം കയ്യിലെടുത്ത് പല തോന്നിവാസങ്ങളും ഇങ്ങനെ പറയുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് നിയമവ്യവസ്ഥകൾ? എന്തിനാണ്? ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അപ്പം സമാധാനമായിട്ട് ഉള്ള കേരളത്തിലുള്ള അന്തരീക്ഷം തകർക്കുന്ന നിലക്കുള്ള, മതത്തെ വ്രണപ്പെടുത്തുന്ന നിലക്കുള്ള ഈ പോസ്റ്റുകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇന്നും യൂട്യൂബുകളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നത് ഇത് തടയാനുള്ള ഗഡ്സോ കഴിവോ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ നിയമങ്ങൾ നടപ്പിലാക്കുന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇതിനുള്ള ഒരു കഴിവുമില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊന്നും ഈ നിരീശ്വരവാദി ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവർ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടന്നോട്ടെ, അതിനാർക്കും കുഴപ്പമൊന്നുമില്ല.
മറ്റു മതങ്ങളെ വേദനിപ്പിക്കുന്ന നിലക്കുള്ള ശൈലിയിൽ സംസാരിക്കുന്ന അവരുടെ മതത്തിൻ്റെ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനുള്ള അധികാരം ആരാ കൊടുത്തത്? അതിനെതിരെ നിയമം ഇല്ലെങ്കിൽ പിന്നെ വേറെന്തിനാണ് നമ്മളൊക്കെ എന്തിനാണ് നിയമത്തിന് അനുസരിച്ച് ജീവിക്കുന്നത്? എന്തിനാണ്? നമുക്കും കാണുന്ന പോലെ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് നിയമവും പോലീസും കോടതിയും മറ്റുള്ള വ്യവസ്ഥകളൊക്കെ എന്തിനാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം ഇതൊന്നും നിയമത്തിൻ്റെ ഭാഗത്തില്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരം ജനങ്ങളുടെ ഇടയിൽ നടത്താനുള്ള അധികാരം ഇവർക്ക് ആരാണ് കൊടുത്തത്? ഇതിന് ഭരണഘടനാ തലത്തിലുള്ള, പ്രതിപക്ഷ തലത്തിലുള്ള നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളുകളൊക്കെ ഇതിന് മറുപടി പറയണം. യൂട്യൂബിൽ വീഡിയോസ് ഒരുപാടുണ്ട്. അതിനെതിരെ കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ വർഗീയത നടപ്പിലാക്കി, കേരളത്തിൽ മതങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട്, മതത്തിൻ്റെ അനുയായികളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ഉള്ള വകുപ്പിലെതിരെ കേസെടുത്തിട്ട് അവർക്കെതിരെ നീങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എല്ലാവരും നിയമം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നടക്കുന്നത്? ഈ നിയമമൊക്കെ മാറ്റി വെച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ സ്വയം നിയമത്തിൽ കാര്യങ്ങൾ പോയിക്കോട്ടെ. അതാ ഇതിലും നല്ലത്. ഒരു കൂട്ടം ആളുകളെ പല തമ്മാടിത്തരം പറഞ്ഞുകൊണ്ട് അയച്ചുവിടുന്ന നിലക്ക്, സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന നിലക്ക് അതിനു വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന എന്ത് നിയമമാണ്? ആ നിയമത്തിനെയാണ് മനസ്സിലാത്തത്. അത് ശരിയല്ലെങ്കിൽ അതിനെ മാറ്റി ആ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം എന്നുള്ള നിലക്ക്. ഒരു മതത്തെയോ ഒരു മതത്തിൻ്റെ ആളുകളെയോ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നതിലല്ലാതെ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല എന്നുള്ള നിലക്ക് ഉള്ള വാണിംഗ്, അത് കേസെടുത്തുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആളുകൾ അത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവരവരുടേതായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്താം. അല്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ മേഖലകളിൽ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ അത് വളരെ മോശമാണ്. ഓക്കെ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ലോകത്തുള്ള ഓരോ ജനങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം മറ്റുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന നിലക്കുള്ള വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന മുറിവുകൾ അത് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിയമം നടപ്പിലാക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്.